ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടന്നു. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോടതിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ മൂലം ബഡ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. മാരായമുട്ടം കണ്ടോൺമെന്റ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഡ്സ് ആക്ടിന്റെ 3, 21, 25, 5, 23 ഈ സെക്ഷനുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ നിർമ്മകൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ പരാതിயின் മുകളിൽ ബഡ്സ് ഗവൺമെന്റ് അതോറിറ്റി 2023 ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബഡ്സ് ഗവൺമെന്റ് അതോറിറ്റികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും താഴെ തട്ടിൽ നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകുകയാണ്. ഇതുമൂലം നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു. കാരണം ഈ അടുത്ത സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ ഈ പ്രതികൾ നടത്തിയിരിക്കുകയാണ്. ഈ പ്രതികൾ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചു. കോടതി ഇവരുടെ ജാമ്യം നിഷേധിച്ചു. എന്നിട്ട് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഇവർക്ക് വീണ്ടും കോടികളുടെ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേരള പോലീസ് മേധാവി ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ഇടപെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും ഈ പ്രതികളുടെ വസ്തുവകകൾ ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്. വിദേശത്ത് പോലും ഇവിടെ ഈ ഫണ്ട് പോയിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടി എടുക്കണം. ഇതിലെ പ്രതികൾ വിദേശത്ത് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോ ഇവര് വിദേശത്ത് കിടക്കാതിരിക്കണമെങ്കിൽ ഇവർ അടിയന്തരമായിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തും നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് CBI അന്വേഷിക്കാതെ ഈ അന്വേഷണം പൂർത്തിയാവില്ല. കാരണം ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല. ഇതിൽ വിദേശത്ത് ഈ പൈസ പോയിട്ടുണ്ടോ എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. ഹവാല ഇടപാട് നടത്തിയതിന്റെ തെളിവുകളുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുകളുണ്ട്. മുഖ്യമന്ത്രി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റിന് ലെറ്റർ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫലപ്രദമായ അന്വേഷണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. വിദേശത്ത് കമ്പനികൾ ഉള്ളതുകൊണ്ട് ഇത് CBI അന്വേഷിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കോടതിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കോടതി നമ്മൾ ഏത് കേസിനെ നമ്മൾ കോടതിയെ സമീപിച്ചിരുന്നാലും കോടതി ചെയ്യുന്നത് ആദ്യം ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോടും അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അനുകൂലമായ ഒരു അഭിപ്രായം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ മേഡം അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. 2010 ഞാൻ പാർക്കില് പൂജ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഗവൺമെന്റ് ലീസ് ലാൻഡില് ബിൽഡിങ്ങും മെഷീനറിയും ഞാൻ ബിൽഡിംഗ് പണിതു. 6 കോടിയുടെ മെഷീനറി ഫോറിൻ ട്രേഡ് ആക്ട് അനുസരിച്ച് EPCG എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം അണ്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അത് വെച്ചിട്ടാണ് മെഷീൻസ് ഇമ്പോർട്ട് ചെയ്തത്. അങ്ങനെ മൊത്തം ഒരു 12 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കൂടുതൽ എക്സ്പാൻഷന് വേണ്ടി ഒരു പാർട്ട്ണർ എടുത്താണ്. നിർമ്മലിന്റെ വൈഫാണ് പാർട്ട്ണറായിട്ട് വന്നത്. പക്ഷെ 2013 വൈഫിനെ റീപ്ലേസ് ചെയ്ത് നിർമ്മലൻ പാർട്ട്ണറായി. അത് കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞപ്പോൾ നിർമ്മലിന്റെ ഒരു ഫ്രണ്ട് SR ശ്രീജിത്ത് എന്ന് പറഞ്ഞ് ദുബായ് ബേസ്ഡ് ഒരു ബിസിനസ്മാൻ കൊണ്ടുവന്ന് പുള്ളിയും കൂടെ പാർട്ട്ണറാന്ന് പറഞ്ഞു. ഇതൊന്നും വളരെ ലീഗലായിട്ട് ചെയ്ത പാർട്ട്ണർഷിപ്പ് ഡീഡുകളൊന്നുമല്ല. എന്നിട്ട് വന്ന് ഇവർ ആ 3 monthsനുള്ളിൽ 9.5 കോടിയുടെ മണി ലോണ്ടറിങ് എന്റെ 2 അക്കൗണ്ടുകൾ വഴി നടത്തി. പൂജ ഗാർമെന്റ്സിന്റെ കരമന ബ്രാഞ്ച് SBIയും ഫെഡറൽ ബാങ്ക് നെയ്യാറ്റിങ്ങൽ ബ്രാഞ്ചും വെച്ചിട്ട് 9.5 കോടിയുടെ മണി ലോണ്ടറിങ് ചെയ്തു. അതായത് ഇവിടുന്ന് എങ്ങനെയോ പൈസ ദുബായ് കൊണ്ടുപോകും. എന്നിട്ട് ഈ അക്കൗണ്ട് വഴി വൈറ്റാക്കി വരും. വന്നിട്ട് ഒരു 3 daysനുള്ളിൽ അവരുടെ തന്നെ പല ബിനാമികളുടെയും പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് ഈ പൈസ മാറ്റും. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ ഒരു എക്സ്പോർട്ട് യൂണിറ്റ് ആണ്. വാൾമാർട്ടിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഒപ്പോസ് ചെയ്തു.
ഇങ്ങനെ ഒരിക്കലും മണി ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നിർമ്മലൻ എനിക്കെതിരായി 2 മാസം സാലറി കൊടുക്കാനുള്ള എന്റെ ചെക്ക് ബുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ കുറച്ച് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു, കുറച്ച് വർക്കേഴ്സും ഉണ്ടായിരുന്നു. സ്റ്റാഫിനെ ചേർത്തിട്ട് പിന്നെ അവിടെ സമരം തുടങ്ങി. സാലറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു. 2 മണിക്കൂറിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് അന്ന് ജാമ്യം കിട്ടിയില്ല. മൺഡേ മോർണിംഗ് ആണ് എനിക്ക് ജാമ്യം കിട്ടി. ഒരു ദിവസം റിമാൻഡിൽ പോയിട്ട് ബേസിക്കലി ഞാനൊരു ഡോക്ടറേറ്റ് ഹോൾഡറാണ്, ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെ നിന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന ഒരാൾക്ക് എനിക്കിത് എന്നെ മെന്റലി എന്നെ ഇത് വളരെ അഫക്റ്റ് ചെയ്തു. 3 മാസം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ആക്ച്വലി എറണാകുളം ബേസ്ഡ് ആണ്. ഞാൻ ഇവിടുന്ന് അത് കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് പോയി. 3 മാസത്തിനുള്ളിൽ ഇവര് എന്നെ ആ സമയത്ത് കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു. അത് വെച്ചിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് ആ ലീസ് ഡീഡ് 90 years ലീസ് ഡീഡ് ആയിരുന്നു ലാൻഡ്, അത് അവരുടെ പേരിലാക്കി. പക്ഷെ മെഷീനറി ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഞാൻ പണിതതും ഇൻസ്റ്റാൾ ചെയ്തതാണ്. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സ് റൂൾസ്, സെയിൽ ടാക്സ് റൂൾസ് എല്ലാം ബാധകമാണ്. അപ്പൊ അത് ചെയ്യാൻ ഈ നോട്ടീസ് അയച്ചു. നോട്ടീസിനൊന്നും റിപ്ലൈ തന്നില്ല. പിന്നെ 2017 നിർമ്മൽ കൃഷ്ണ ഇത് കേസ് വന്നപ്പോ അവര് അത് അറസ്റ്റിലൊക്കെ ആയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ കൊമേഴ്സ്യൽ കോർട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ സമയത്താണ് ഫസ്റ്റ് ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ചിരുന്നത്. പക്ഷെ കൊമേഴ്സ്യൽ കോർട്ടിൽ കേസ് പ്രൊലോങ് ചെയ്ത് പോവാണ്. അപ്പൊ അവിടെ ഒരു സ്റ്റാറ്റസ് കോ ഓർഡറും പാസ്സാക്കിയിട്ടുണ്ട്. അതൊന്നും ചെയ്യരുത്, വിക്കെ കൈമാറ്റം ചെയ്ത് ഫൈനൽ വിധി വരുന്നത്. പക്ഷെ ഈ സ്റ്റാറ്റസ് കോ ഓർഡർ നിലനിൽക്കെ തന്നെ നിർമ്മലൻ ഈ കേസിലെല്ലാം പ്രതിയായിരിക്കെ തന്നെ വേറൊരാൾക്ക് ബിനാമി പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടത്തി. അത് കിൻഫ്രയിലെ ഉദ്യോഗസ്ഥരെയൊന്നും ഈ സ്റ്റാറ്റസ് കോ ഓർഡർ എല്ലാരെയും ബാധിക്കുന്നതാണ്. പക്ഷെ ആരും അത് പിന്നെ കണക്കാക്കാതെ അങ്ങനെ ഒരു വർഷം മുമ്പ് ഒരു പർച്ചേസ് എഗ്രിമെന്റിൽ ഇപ്പം ഈ ഒരു ബിനാമി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. മീൻവെയിൽ ഇതിങ്ങനെ പ്രൊലോങ് ചെയ്യുന്നു. എനിക്ക് കസ്റ്റംസിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ട്. കാരണം കസ്റ്റംസിന്റെ എഗെയിൻസ്റ്റ് നോൺ ട്രാൻസ്ഫറബിൾ ലൈസൻസ് ആണ്. ഇതൊന്നും വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എനിക്കെതിരെ ലീഗൽ ആക്ഷൻ വരും എന്നുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ ബഡ്സിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിച്ചു. ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. ബഡ്സ് ആക്ട് കേരളത്തിൽ വന്ന് 2019 വന്നു. അപ്പൊ 2023 അവസാനം ഞാനൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ഇത് നല്ല പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നു. അതിന്റെ ബേസിസിൽ കോമ്പിറ്റന്റ് അതോറിറ്റി എന്റെ സ്ഥാപനം ഈ ബഡ്സിൽ അറ്റാച്ച് ചെയ്യരുതെന്നും ബിൽഡിങ്ങും മെഷീനറിയും എന്റെ ആണെന്നും ഒരു ഓർഡർ പാസ്സാക്കി. കളക്ടർക്കും എല്ലാവർക്കും ഈ ഓർഡർ എത്തിയിട്ടുണ്ട്. അത് സന്തോഷത്തോടെ പറയട്ടെ. ബഡ്സിൽ ആദ്യത്തെ വന്ന ഓർഡറാണ്. അതായത് ഈ ബഡ്സിലെ പ്രതികൾ എന്ന് പറയുന്ന നിർമ്മലിന്റെയും ശ്രീജിത്തിന്റെയും ലീസ് പ്രീമിയം കണ്ടുകെട്ടി ബഡ്സ് ഈ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനും ഇതിന്റെ ബിൽഡിംഗ് മെഷീനറിയുടെയും ഓണർഷിപ്പ് പൂജ ഗാർമെന്റ്സിന്റെ ആണെന്നും ഓർഡർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അതിലേക്കാണ് നെക്സ്റ്റ് വീക്കോടുകൂടി പോലീസിന്റെയും പബ്ലിക്കിന്റെ എല്ലാം സഹായത്തോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാനും സ്ഥാപനം തിരിച്ചെടുത്ത് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.